ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അടിപൊളിയായിരുന്നു അല്ലെ, നല്ല മൂവ്മെന്റ് ഉള്ള ആഴ്ചകളായിരുന്നു ഈ മാസം തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസമായിട്ട് റേഞ്ച് തന്നെയാണ് അല്ലെ, റേഞ്ചിൽ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഈ ഹൈ ഉണ്ടാക്കിയിട്ട് പ്രൈസ് പെട്ടെന്ന് വീണിട്ടില്ല. എല്ലാവരും പ്രൈസ് പെട്ടെന്ന് വീഴും എന്ന് വിചാരിച്ച് നിന്നു. ഒരുപാട് പേരൊക്കെ സെല്ലൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടാവും, പക്ഷെ സെല്ലെല്ലാം ബ്രേക്ക് ഈവൻ കൂടുതലടിച്ചു. പക്ഷെ കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞ ആഴ്ചയായിട്ട് ഞാൻ പറഞ്ഞ 70% ട്രേഡ്, രണ്ടാഴ്ചയായിട്ട് പറയുന്നത് 70% ബൈയിലേക്കും 30% സെല്ലിലേക്കും. പക്ഷെ നമ്മൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു ബൈ എന്ന് മാത്രമാണ് പറഞ്ഞത്. കറക്റ്റ് ആയിരുന്നു. നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഒരു സെല്ലിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി പോലും നോക്കിയത് അല്ലെ. ഇവിടെ നിന്നൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കിയെങ്കിലും കൂടുതലും ബൈ ചെയ്തുകൊണ്ട് തന്നെ ഏകദേശം കുറെ മാസങ്ങളായിട്ട് നമ്മൾ പ്രോഫിറ്റിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ്. അത് കുറെ സ്റ്റുഡൻസ് ഒക്കെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് പറയുന്നത് പോലെ തന്നെ ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു പ്രോഫിറ്റിൽ പോകുന്നുണ്ട്. കുറെ ആളുകളുടെയൊക്കെ വീക്ക്ലി പ്രോഫിറ്റ് അഴക്കുമ്പോഴത്തേക്കും ഞാൻ കാണുന്നുണ്ട് വളരെ വ്യത്യാസം വരുന്നുണ്ട്. കറക്റ്റായിട്ട് ബ്രേക്ക് ഈവനും അതേപോലെ കറക്റ്റായിട്ട് പ്രോഫിറ്റ് ഒക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെറുതെ പ്രോഫിറ്റിൽ വന്നിട്ട് കാര്യമില്ല. നമ്മൾ പഠിച്ച ആ ഒരു സെറ്റപ്പിലൂടെ എടുക്കുന്ന ട്രേഡുകൾ എടുത്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അത് എടുത്ത് കറക്റ്റ്, അത് ബ്രേക്ക് ഈവൻ ആണെങ്കിൽ ബ്രേക്ക് ഈവൻ, എസ് എൽ ആണെങ്കിൽ എസ് എൽ, ടി പി ആണെങ്കിൽ ടി പി, അത് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള ടി പി കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്ത് നല്ല മനോഹരമായിട്ടുള്ള പ്രോഫിറ്റ്, വീക്ക്ലി പ്രോഫിറ്റ് ഒക്കെ ഷെയർ ചെയ്ത സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് വളരെയധികം സന്തോഷം. അടിപൊളി. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് പ്രോഫിറ്റിൽ പോകാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ മന്ത് തുടങ്ങി ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്. താഴേക്കും പോയി മേളിലേക്കും പോയി ഏകദേശം അവിടെ തന്നെ നിൽക്കുന്നു അല്ലെ. വലിയ മൂവ്മെന്റുകളൊന്നും ഇല്ല. നമുക്ക് വീക്കിൽ നോക്കാം. വീക്ക് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. വീക്ക് പ്രൈസ് നല്ല രീതിയിൽ ബുള്ളിഷ് ആയി അല്ലെ. മന്തിന്റെ വെച്ച് നോക്കണമെങ്കിൽ വീക്ക് നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ടുണ്ട്. പ്രൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോ എടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആ ലോ ഒന്നും എടുത്തില്ല. പ്രൈസ് എന്ത് ചെയ്ത് നല്ല രീതിയിൽ പുൾ ബാക്ക് എടുത്തിട്ടുണ്ട് ആ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ. അപ്പൊ അതിനർത്ഥം പ്രൈസ് എന്താണ്, ഇപ്പോഴും നല്ല ബുള്ളിഷ് ആണെന്ന് എന്റെ അർത്ഥം. അല്ലാതെ വേറെ ഒന്നുമില്ല ഈ ലോ എടുക്കാത്തതിൽ. ഇപ്പോഴും പ്രൈസ് നല്ല ബുള്ളിഷിൽ തന്നെ ഇരിക്കണം. ആ ബുള്ളിഷ് മൂവ്മെന്റ് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. പ്രൈസ് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ബുള്ളിഷിലേക്ക് മൂവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഡേയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ ഇൻസൈഡ് ആണ് ഈ ഒരു ക്യാൻഡിൽ നടന്നത്. നമ്മൾ വീക്ക് കണ്ടതുപോലെ തന്നെ വീക്കിന്റെ ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ് നടന്നതെങ്കിൽ ഈ ദിവസങ്ങളെല്ലാം അതേപോലെ തന്നെ ഈ ഒരു വീഴ്ചയാണ് അന്ന് ട്രേഡ് ചെയ്തത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഫ്രൈഡേ. അപ്പോൾ ആ ഒരു മൂവ്മെന്റ് ഏകദേശം അതിന്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അവിടെയുള്ള ഓർഡർ ബ്ലോക്കുകളെല്ലാം എടുത്ത് പ്രൈസിങ്ങിന് മുന്നിൽ നിൽക്കുന്നു. ഇപ്പൊ നോക്കിയ പ്രൈസ് നല്ല രീതിയിൽ ആ ഒരു 3 ദിവസം ബുള്ളിഷിൽ വന്നു. നാലാമത്തെ ദിവസം ബുള്ളിഷിൽ വന്നെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒരുപാട് സെല്ലിനും സാധ്യതകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ്. നിങ്ങൾ സാധ്യത കൂടുതലും അങ്ങോട്ട് തന്നെ വെക്കുക. 70 എന്നുള്ളത് നിങ്ങൾക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ സെല്ലിലേക്ക് നിങ്ങൾക്ക് കൂടുതലും നോക്കാം. 70%-നേക്കാളും കൂടുതൽ നോക്കാം. പക്ഷെ ഒരുപാട് എല്ലാ ട്രേഡും സെല്ലിലേക്ക് നോക്കരുത്. കൂടുതലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈയിലേക്ക് തന്നെ നോക്കുക. എന്നാൽ ഏകദേശം 50-50 സാധ്യത എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ എന്നാലും ബുള്ളിഷിൽ തന്നെ സ്ട്രക്ചർ ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രൈസ് ചിലപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള ടീപ്പ് തന്നെയൊക്കെ വെച്ച് കറക്റ്റായിട്ട് ബ്രേക്ക് ഈവനൊക്കെ സെറ്റ് ചെയ്ത് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡേയുടെ ഹൈ എടുത്തു പ്രൈസ് ഇറങ്ങി, ഈ ഡേയുടെ ഹൈ എടുത്തു പ്രൈസ് ഇറങ്ങാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ഏകദേശം ഫ്രൈഡേ ആണ് ഇവിടെ നിൽക്കുന്നത്. ഫ്രൈഡേന്ന് ഏകദേശം ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടി പുൾ ബാക്ക് ഒക്കെ പോകുന്നത് ഞാൻ കണ്ടു. ചില ആൾക്കാരൊക്കെ എടുത്ത് എനിക്ക് അയച്ചു തന്നിരുന്നു. ഫ്രൈഡേ ആയതുകൊണ്ട് ചെയ്യരുതെന്ന് ഞാൻ പരമാവധി പറയുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഓൾറെഡി. അപ്പൊ നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് ഈ ഒരു വീഴ്ചയാണ് വീണത്. പ്രൈസ് ഇവിടെ വന്നു. നമുക്ക് ഇവിടെ ഒരു 1 അവറിന്റെ OB ഉണ്ടായിരുന്നു. അവിടുന്നാണ് CPI ന്യൂസിന്റെ അന്ന് ഇറങ്ങിയത്. തിരിച്ചു വന്നു. പ്രൈസ് ഒരു ലോ ഉണ്ടാക്കി. ഇന്റേണൽ ഐഡിയം എടുത്ത് പ്രൈസ് ഒന്ന് മൂവ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ആ ഡേയുടെ മൂവ്മെന്റ് പറഞ്ഞത്. പ്രീവിയസ് ഡേയുടെ ഹൈ എടുത്തത്. 1 അവറിലേക്ക് വരാം. നമുക്ക് എന്താണ് CPI ന്യൂസിൽ സംഭവിച്ചു? ഞാൻ ഓൾറെഡി അടച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ കാര്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ യൂട്യൂബിൽ ഇട്ടതാണ്. ഓൾറെഡി നമ്മൾ നോക്കണമെങ്കിൽ പ്രൈസ് CPI ന്യൂസിന് മുമ്പ് 50 മിനിറ്റിന്റെ ഒരു OBയിൽ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും അഴച്ചതാണ് ഈ സെല്ല് എടുത്തു. പക്ഷെ ഞാൻ പറഞ്ഞതാണ് പിറ്റേ ദിവസം തന്നെ CPI ന്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ലോ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല. അന്ന് നടന്നതുപോലെ തന്നെ എന്ത് ചെയ്യും, ഇത് നല്ലൊരു സ്ട്രോങ് പൊസിഷൻ പോലെ നിർത്തി പ്രൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ 1 അവറിന്റെ ഒരു ഇന്റേണൽ IDM എടുത്തു. OB എന്ന് പറയാൻ പറ്റൂല, ഇന്റേണൽ IDM എടുത്തു. ഇവിടെ നമുക്ക് ലോ ഇതാണ്. ഇവിടെ വേറെ ഒന്നുമില്ല. ഈ ഹൈ ആണ് IDM. OB ഉണ്ട്. OB ചിലപ്പോൾ ഈ OB എന്ന് പോകും. ഒരു ഫേക്ക് OB എന്നാണ് പോകണമെങ്കിൽ ഒരു ഫേക്ക് OB എന്നാണ് പ്രൈസ് പോകുന്നത്. പക്ഷെ പ്രൈസ് വന്ന അവിടെ 1 അവറിന്റെ ID ഇന്റേണൽ എടുത്തു. അവിടെ നിന്ന് തന്നെ മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വിചാരിച്ചത്. ഇവിടെ പല ആൾക്കാരും ഏറ്റവും കൂടുതൽ ആൾക്കാർ സെല്ലാണ് ഇട്ടയച്ച. കഴിഞ്ഞ വീക്ക് പോലെ പ്രൈസ് താഴേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് പ്രൈസ് താഴേക്ക് പോലും പോകാതെ പ്രൈസ് മേളിലേക്ക് വന്ന് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓർഡറിൽ വന്നു. അപ്പൊ എല്ലാവരും വിചാരിച്ച് പ്രൈസ് മേളിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ എന്താ കോമൺ ആയിട്ട് സംഭവിച്ചു, മേളിലേക്ക് പോകുന്നത് പോലെ തന്നെ ആക്ട് ചെയ്ത് എന്ത് ചെയ്തു, 1 അവറിന്റെ IDM എടുത്തു.
അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു, താഴേക്ക് പോയി. ഈ 1 അവറിന്റെ ഐഡിയം വിക്ക് ബ്രേക്കാണ് നടത്തിയത്. ഗോൾഡിലേക്ക് വിക്ക് ബ്രേക്ക് നടത്തി കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. കറക്റ്റായിട്ടും പ്രൈസ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ, ക്യാൻഡിൽസ്റ്റിക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും ഇവിടെ നിന്ന് ബൈ ഇടാതെ നോക്കുക. ആൾക്കാർ ഇട്ട ആളുകൾക്ക് എല്ലാവർക്കും എന്താ SL അടിച്ചു. SL അടിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇനി സെല്ലായിരിക്കും. സെല്ലിട്ട് കഴിഞ്ഞപ്പോൾ എന്തായാലും പ്രൈസ് മേളിലേക്ക് പോയി. അപ്പൊ എല്ലാവരും കൂടി ബൈ ഇടാൻ തുടങ്ങി. ഇതാണ് ഈ ന്യൂസ് സമയത്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് ന്യൂസ് സമയത്ത് ട്രേഡ് ചെയ്യരുതെന്ന് പറയുന്നത്. വീണ്ടും പ്രൈസ് താഴേക്ക് പോയി. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സെറ്റപ്പിലാണ്, പഠിച്ച സെറ്റപ്പിലാണ് പ്രൈസ് മൂവ് ചെയ്തേക്കുന്നത്. പക്ഷെ നമുക്ക് ഏകദേശം അത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടെ കിട്ടുന്ന ഇങ്ങനെയുള്ള ഓരോ മൂവ്മെന്റുകൾ നമുക്ക് നല്ല രീതിയിൽ എൻകാഷ് ചെയ്യാം. ഇത് തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പൊ ഞാനിത് ചെയ്തേക്കണ പോലെ ഇത് തന്നെ എടുക്കണമെന്നില്ല. പക്ഷെ നമുക്ക് നല്ല മൂവ്മെന്റുകളൊക്കെ കിട്ടും. ഇവിടെ നിന്ന് 1 അവറിൽ കിട്ടി. 1 അവറിന്റെ എൻട്രി മൊഡ്യൂളിൽ നിന്ന് തന്നെയാണ് ഇവിടുന്ന് പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, കറക്റ്റ് 50 മിനിറ്റിൽ വന്നു. 5 മിനിറ്റിന്റെ കൺഫർമേഷൻ വന്നു. പ്രൈസ് കറക്റ്റ് ആയിട്ട്, ഒരു ട്രാപ്പ് പോലും ഇല്ലാതെ കറക്റ്റ് ആയിട്ടാണ് പ്രൈസ് ഫസ്റ്റ് ടാർജറ്റ്, സെക്കൻഡ് ടാർജറ്റ് ഒക്കെ എല്ലാം ഹിറ്റ് ചെയ്തത്. നല്ല എൻട്രി ആയിരുന്നു. അതിനുശേഷം പ്രൈസ് വീണ്ടും വന്ന് നമുക്ക് 50 മിനിറ്റിലും അതേപോലെ പ്രീവിയസ് ഡേയുടെയും അതേപോലെ സെക്ഷന്റെ ഒക്കെ എൻട്രികൾ ഉണ്ടായിരുന്നു. നല്ല എൻട്രി. ഞാൻ പറഞ്ഞ രണ്ട് സൈഡിലേക്ക് നോക്കുക. ഇപ്പൊ ഡേയുടെ ലോ സ്വീപ്പ് ചെയ്തു, പ്രൈസ് ഇവിടെ നിന്ന് പോയി. കണ്ടോ, കറക്റ്റ് നല്ല എൻട്രികളാണ് ഈ വരുന്ന എൻട്രികളെല്ലാം. അപ്പോ ഇത് നോക്കിയേ, നമ്മള് ബുള്ളിഷിലേക്ക് പ്രൈസ് പോകുന്ന നല്ലൊരു പുൾ ബാക്ക് പോലും എടുക്കാതെ പ്രൈസ് ബുള്ളിഷാന്ന് പറഞ്ഞാൽ, അതേപോലെ തന്നെ ലോയിലേക്ക് ആ സമയത്താണെങ്കിലും ബിയറിഷിലേക്ക് വന്ന മൂവ്മെന്റ് നോക്കിയേ, നല്ല രീതിയിൽ പുൾ ബാക്ക് എടുത്തെടുത്താണ് വരുന്നത് കേട്ടോ. ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്രൈസ് അല്ലാത്ത സമയത്ത് പോലും നല്ല ബുള്ളിഷിലേക്ക്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ബൈ നോക്കിയത്, വീക്കിന്റെ ഒക്കെ എടുത്തത്. പ്രൈസ് നല്ല രീതിയിൽ ബുള്ളിഷിലേക്ക്. അപ്പൊ രണ്ട് സൈഡിലേക്കുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രേഡുകൾ നോക്കുക. 50 മിനിറ്റിന്റെ ഒക്കെ ഏകദേശം ഈ ആഴ്ച 50 മിനിറ്റിന്റെ സ്ട്രക്ചർ ഒന്നും തന്നിട്ടില്ല. ആകെ ഒരു 50 മിനിറ്റിന്റെ ഡിസിഷൻ ഓബിയിൽ മാത്രമാണ് പ്രൈസ് വന്നത്. അപ്പോ നല്ല കിട്ടുന്ന ഡേയുടെയും വീക്കിന്റെ ഹൈ ഒക്കെ എടുക്കണമെങ്കിൽ രണ്ട് സൈഡിലേക്ക് നോക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, പ്രൈസ് ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. അപ്പൊ നെക്സ്റ്റ് വീക്കും ഞാൻ പറഞ്ഞില്ല, രണ്ട് സൈഡിലേക്കുള്ള സാധ്യതകൾ തന്നെ നോക്കുക. മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുക. അതിനുശേഷം മാത്രം ട്യൂസ്ഡേ ട്രേഡ് ചെയ്യാനായിട്ട് ഇറങ്ങും. അപ്പൊ നോക്കിയാൽ നമുക്ക് GBP/USD വരാം. GBP/USD എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഴ്ച നമ്മൾ ഗോൾഡിൽ, നെക്സ്റ്റ് വീക്ക് ഗോൾഡിൽ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ പറഞ്ഞത്, രണ്ട് സൈഡിലേക്കും ട്രേഡ് ചെയ്യാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്നും നമ്മുടെ കറൻസിയിൽ പറയുന്ന രണ്ട് സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ, പ്രത്യേകിച്ച് ഡേ വീക്കിന്റെ ഒക്കെ ഹൈയും ലോ ഒക്കെ സീപ്പ് ചെയ്യുന്ന ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡ് ഒക്കെ. മന്ത് തുടങ്ങിയതിനു ശേഷം നോക്കിയേ, മന്ത് തുടങ്ങി, മന്തിന്റെ ഒരു ഹൈ എടുത്ത് പ്രൈസ് ഇറങ്ങി, ധൈര്യമായിട്ട് നല്ല ട്രേഡാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മന്ത് ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് മന്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഈ ഹൈ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈം നല്ലൊരു സെല്ല് നോക്കാമെന്ന്. നോക്കിയാൽ നമുക്ക് വീക്കിന്റെ വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയേ, ഈ വീക്കിന്റെ എങ്ങനെയാണ് ഈ ക്യാൻഡിൽ വന്നിരിക്കണേന്ന് നോക്കിയേ. ജൂണിൽ ജൂണില് പ്രൈസ് വന്നു, ഇതിന്റെ ഹൈ സീപ്പ് ചെയ്തു, പ്രൈസ് താഴേക്ക് പോകുന്നു, ഇതിന്റെ ടാർജറ്റ് അടിച്ചു, ഇതിന്റെ ലോ സീപ്പ് ചെയ്തു, ടാർജറ്റ് ഏതാണ്, ഇതാണ് ടാർജറ്റ് അടിച്ചു, പ്രൈസ് എന്ത് ചെയ്തു, കൺഫർമേഷൻ തന്നു, പ്രൈസ് താഴേക്ക് മൂവ് ചെയ്തു, ഇതിന്റെ ടാർജറ്റും അടിച്ചു, പ്രൈസ് വീണ്ടും താഴേക്ക് ഇറങ്ങി, അതിന്റെ ടാർജറ്റ് വീണ്ടും അടിച്ചു. അപ്പൊ എല്ലാ വീക്കിന്റെ ട്രേഡുകളും നല്ല ലോങ് ടൈം ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ട്രേഡുകൾ ഉണ്ടായിരുന്നു. ഓൾറെഡി നമ്മള് GBPയിൽ നമ്മള് 4 അവറിന്റെ സ്ട്രക്ചർ ആണ് മെയിൻ ആയിട്ട് നോക്കിയത്. ഞാൻ പറഞ്ഞു വീക്കിന്റെ ഒക്കെ നല്ല ലിക്വിഡിറ്റി എൻട്രീസ് ആണ്, ധൈര്യമായിട്ട് നോക്കുക. ഇപ്പൊ ഡേയുടെ പറയണെന്നുണ്ടെങ്കിലും ഇപ്പൊ 5 ദിവസത്തെ ക്യാൻഡിൽസ് ഇതാണ് അല്ലെ, പ്രൈസ് ആ ലിക്വിഡിറ്റി എടുത്തു, നമ്മൾ ആ ലിക്വിഡിറ്റി എടുത്തതാണ്, അതിന്റെ ഹൈ കറക്റ്റ് ടാർഗറ്റ് എടുത്തു, ആ ഹൈയിൽ നിന്ന് പ്രൈസ് വീണ്ടും ലിക്വിഡിറ്റി സീപ്പ് നടത്തി, പ്രൈസ് എന്ത് ചെയ്തു, ഈ ലോയ്ക്ക് ഇന്റേണൽ ഐഡിയം ഏതാണ്, ഇതാണ് അല്ലെ, ഈ മദർ ക്യാൻഡിലെ ഹൈ സീപ്പ് ചെയ്തിട്ടുണ്ട്, അത് വന്ന് ഇന്റേണൽ ഐഡിയം എടുത്ത് പ്രൈസ് പോയി. ഈ ഹൈക്ക് ഇന്റേണൽ ഐഡിയം ഏതാണ്, ഇതാണ്, ഈ ഇതെടുത്തിട്ടാണ് പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലാണ്. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഈ ഹൈക്ക് ഇതാണല്ലോ, പ്രൈസ് ഇനിയും പുൾ ബാക്ക് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാനുള്ള സാധ്യത തന്നെയുണ്ട്. അപ്പോ ബിയർഷിലേക്ക് വരുന്നത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ലോങ് ടൈം ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇത് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഇപ്പോഴും എടുക്കേണ്ടത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ 4 അവറിന്റെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇപ്പൊ ഏകദേശം ഒരു റേഞ്ചിലാണ് നിന്ന് പോകുന്നത്. ഇവിടെ നല്ല രീതിയിൽ ബുള്ളിഷിൽ വന്നു, ഇവിടെ വന്നിട്ട് റേഞ്ച് എന്നാലും ബുള്ളിഷിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോയിനെ ബോഡി ബ്രേക്ക് ചെയ്യണമെങ്കിൽ എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. മനസ്സിലായോ? 4 അവറിൽ നിങ്ങളൊരു ട്രേഡ് എടുത്തു, നിങ്ങളത് ഹോൾഡ് ചെയ്തു, അതൊന്ന് ബ്രേക്ക് ഇവൻ അടിച്ചു, അല്ലെങ്കിൽ SL അടിച്ചു, അതിനുശേഷം ഇവിടെ 4 അവറിന്റെ ക്യാൻഡിൽ നിങ്ങൾക്ക് അവിടെ ബോഡി ബ്രേക്ക് ചെയ്യണമെങ്കിൽ എടുക്കാതിരിക്കുക. ചിലപ്പോൾ ബോഡി ബ്രേക്ക് ചെയ്യണേക്കാൾ മുമ്പ് നിങ്ങൾക്ക് ഒരു 15 മിനിറ്റിൽ ഒരു ഫ്ലിപ്പ് ബൂത്ത് ഐഡിയ ഒക്കെ എടുക്കണമെങ്കിൽ അടിപൊളിയായിട്ട് എടുത്തോ ഈ ബൈ. നമുക്ക് ഏകദേശം ഒരു പ്രീവിയസ് ഹൈ ഇവിടെയൊക്കെ 1 അവറിലൊക്കെ വന്ന് നോക്കി, ചിലപ്പോൾ ഇവിടെ ഒരു ഹൈ ഇതൊക്കെ ഉണ്ടാവും, അത് ഫസ്റ്റ് ടാർജറ്റ്, സെക്കൻഡ്, തേർഡ്, ഇങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അല്ല, ഇത് ബോഡി ബ്രേക്ക് താഴേക്ക് പോയാൽ പ്രൈസ് കുറച്ച് ബിയറിഷിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് 1 അവറിലേക്ക് വരാം.
1 അവറിലേക്ക് വന്നു കഴിയുമ്പോൾ ഓൾറെഡി ചേഞ്ച് ഓഫ് കെയർട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. നമുക്ക് ചേഞ്ച് ഓഫ് കെയർട്ട് കിട്ടിയിട്ടുണ്ട്, എന്നാലും പ്രൈസ് IDM ഒക്കെ എടുക്കാനായിട്ടൊക്കെ വരാം. അപ്പോൾ തൊട്ടടുത്ത ടാർജറ്റുകൾ തന്നെ വെക്കാം. പ്രൈസ് ഇനി ബുള്ളിഷിലേക്ക് വന്നുകൊണ്ടിരുന്ന വെച്ചത് മാസങ്ങളായിട്ട് ബുള്ളിഷിലേക്ക് വന്നത്, ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് ഓഫ് കെയർട്ട് തന്നേ ഉള്ളു. അപ്പോൾ ചിലപ്പോൾ ബിയറിഷിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 50 മിനിറ്റ് നിങ്ങൾ ഈ ഒരു ഷട്ടിലടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈസ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 50 മിനിറ്റ് നിങ്ങൾക്ക് ഒരു ചേഞ്ച് ഓഫ് കെയർട്ടും വീണ്ടും ചേഞ്ച് ഓഫ് കെയർട്ടും ഇങ്ങനെ മൾട്ടിപ്പിൾ ചേഞ്ച് ഓഫ് കെയർട്ട് കിട്ടിക്കൊണ്ടിരിക്കും 50 മിനിറ്റിൽ. അപ്പോൾ ചേഞ്ച് ഓഫ് കെയർട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ആ സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 50 മിനിറ്റ് നോക്കാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള സ്ട്രക്ചർ നിങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ സെക്ഷനൊക്കെ മെയിനായിട്ട് ഫോളോ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതേപോലെ നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. നല്ല ട്രേഡ്സ് ഉണ്ടായിരുന്ന മാസമായിരുന്നു കേട്ടോ, വീക്കുകളായിരുന്നു, നല്ല ട്രേഡുകൾ ഉണ്ടായിരുന്നു. നമുക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ബിയറിഷ് ആണ്. പക്ഷെ ഇതിന്റെ ഹൈ ഒന്നും CP ചെയ്യാതെയാണ് ഇത് ബിയറിഷിലേക്ക് വന്നത്. ഓൾറെഡി നമ്മൾ എവിടെ എടുത്തിട്ടുണ്ട്, ഒരു മന്തിന്റെ സ്ട്രക്ചർ നോക്കണമെങ്കിൽ ലോയ്ക്ക് ഇന്റേണൽ ഐഡിയം കഴിഞ്ഞ മാസം വന്ന് എടുത്ത് ആ മൂവ്മെന്റ് ആണ് ഇന്ന് നടക്കുന്നത്. അപ്പൊ ഈ ഹൈ എടുക്കാനുള്ള സാധ്യതയില്ല, ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതാണ്. അപ്പൊ ഈ മൂവ്മെന്റ് ആണ് നമുക്ക് നല്ലൊരു ലോങ് ടൈം ട്രേഡിലാണ് ഇപ്പൊ സെല്ലിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് വീക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും പ്രൈസ് ഹൈ എടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് വീണ്ടും അഗെയിൻ നിങ്ങൾ ഈ സെല്ലാണ് നമ്മൾ എടുത്തിരിക്കണമെങ്കിൽ വീണ്ടും അഗെയിൻ ഈ സെല്ല് നിങ്ങൾക്ക് എടുക്കാവുന്നതായിരുന്നു അല്ലെ. ഇതൊരു ഇൻഡിപെൻഡന്റ് ക്യാൻഡിലായിരുന്നു. ഇതൊക്കെ ഇൻസൈഡ് ക്യാൻഡിലിന്റെ ഹൈ ആണ്, ഞാനൊന്നും പറയില്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് വീണ്ടും എടുക്കാൻ നല്ലൊരു മൂവ്മെന്റ് തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിലൊക്കെ ഒരു ദിവസം മൂവ് ചെയ്യുന്നത് 50-60 വിപ്പാണ് ഒരു ദിവസം മൂവ് ചെയ്യുന്നത്. ഏകദേശം 83 വിപ്പ് മൂവ് ചെയ്തിട്ടുണ്ട്. കിട്ടിലിന് എൻട്രി ആയിരുന്നു. അപ്പൊ നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് ഈ ലോയിൽ നിന്ന് ഒരു ഇന്റേണൽ ഐഡിയം എടുത്തു, അത് മൂവ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇതൊക്കെ നോക്കുമ്പോൾ ഈ ലോയിൽ നിന്ന് ഇന്റേണൽ ഐഡിയം ഇതാണല്ലോ, പ്രൈസ് ഇവിടെ ബോഡി ബ്രേക്ക് ആണല്ലോ നടത്തിയത്. നമ്മൾ ഗോൾഡ് പോലെയല്ല ഈ AUD അതേപോലെ തന്നെ GBP അല്ല, AUD അതേപോലെ നമ്മളുടെ യൂറോ USD ഒക്കെ, അതൊക്കെ ബോഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും പ്രൈസ് എന്ത് ചെയ്യുക, നല്ലൊരു കൺഫർമേഷൻ കിട്ടിയാൽ എടുക്കാം. വിക്ക് ബ്രേക്ക് ചെയ്യുന്നത് പോലെയല്ല, ബോഡി ബ്രേക്ക് ചെയ്താലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നോക്കി ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് 4 അവറിൽ വരികയാണെന്നുണ്ടെങ്കിലും 4 അവറിന്റെ നമ്മളുടെ ഒരു OBയിൽ നിന്നാണ് പ്രൈസ് പോയത്. ആദ്യം ഒരു ട്രേഡ് എടുത്തു, രണ്ടാമതൊരു ട്രേഡ് എടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ആദ്യം ഇവിടെ വിക്ക് ബ്രേക്ക് നടത്തിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ബോഡി ബ്രേക്ക് ചെയ്തെന്ന് തോന്നുന്നു അല്ലെ. ബോഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരു കൺഫർമേഷൻ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ആ ഒരു ഏരിയയിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇപ്പോഴും OB ബ്രേക്ക് ആയിട്ടില്ല. നമുക്ക് ഈ ലോയാണ് ബോഡി ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും OB ബ്രേക്ക് ആയിട്ടില്ല എന്ന് തോന്നുന്നു. അത് തന്നെ, ഇപ്പോഴും OB ബ്രേക്ക് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹൈയിലേക്ക് പ്രൈസ് പോകുന്നു. ഈ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലവട്ടം ഈ ഹൈ ടാർജറ്റ് ചെയ്തു. ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ ഹൈ ടാർജറ്റ് എടുക്കേണ്ടതായിരുന്നു. പിന്നെ കറൻസിയൊക്കെ ആകുമ്പോൾ പലവട്ടം വരും. ഏകദേശം പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് വന്നിട്ട് ഈ ഒരു മൂവ്മെന്റ് തിരിച്ച് ബിയറിഷിലേക്ക് തന്നെ പോകുന്നത്. ഇപ്പൊ ഈ ഒരു മൂവ്മെന്റിന്റെ സ്ട്രക്ചർ നോക്കിക്കുക. പ്രൈസ് ഇവിടെ നിന്നാണ് ഈ TP3 അടിക്കേണ്ടത്, പക്ഷെ വിക്ക് ബ്രേക്ക് നടത്തി പ്രൈസ് ഇവിടെ വന്ന് ഈ ഹൈ വിക്ക് ബ്രേക്കാണ് നടത്തി താഴേക്ക് വന്നത്. ഇവിടെ എന്ത് ചെയ്തു, ബോഡി ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് ഇവിടെയും ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ലോ ബോഡി ബ്രേക്ക് ചെയ്തത് കൊണ്ടാണ് പ്രൈസ് എന്ത് ചെയ്തത്, താഴേക്ക് വരാനുള്ള റീസൺ ഉണ്ടായത്. ആ ന്യൂസിന്റെ സമയത്ത് പ്രൈസ് നല്ല ബിൽഡപ്പ് ചെയ്തു തിരിച്ചുപോയി. പിന്നെ എന്തായാലും പ്രൈസ് ഈ ലോ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഞാൻ പറയണത് രണ്ട് സൈഡിലേക്ക് നിങ്ങൾക്ക്, രണ്ട് പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എടുക്കാൻ ധൈര്യമായിട്ട്. 1 അവറിൽ വരികയാണെന്നുണ്ടെങ്കിൽ 1 അവറിന്റെ മേജർ ഹൈ ഇതാണ്, മേജർ ലോ ഇതാണ്. 1 അവറിന്റെ OBയിൽ നിന്നുള്ള പ്രൈസ് മൂവ്മെന്റ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതേ പൊസിഷനിൽ നിന്ന് തന്നെയാണ് പ്രൈസ് പോകുന്നത്. 4 അവർ ഏകദേശം സെയിം തന്നെയാണ് 1 അവർ വന്നിരിക്കുന്നത്. 50 മിനിറ്റിൽ വരികയാണെങ്കിൽ 50 മിനിറ്റ് ചേഞ്ച് ഓഫ് കെയർട്ട് വന്നു, വീണ്ടും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു, ചേഞ്ച് ഓഫ് കെയർട്ട് വന്നു. ഇപ്പൊ 50 മിനിറ്റിന്റെ ഒരു എക്സ്ട്രീമിലാണ് പ്രൈസ് വന്ന് നിൽക്കുന്നത്. 50 മിനിറ്റിൽ ചേഞ്ച് ഓഫ് കെയർട്ട് വന്നു. 50 മിനിറ്റിൽ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്, ഇവിടെ ചേഞ്ച് ഓഫ് കെയർട്ട് വന്നിട്ട് ബിയറിഷിലേക്ക് ഒരു സ്ട്രക്ചർ തന്നു അല്ലെ. ബിയറിഷിലേക്ക് ചേഞ്ച് ഓഫ് കെയർട്ട്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, 3 ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. 50 മിനിറ്റ് നല്ല രീതിയിൽ പ്രൈസ് സെല്ലിലേക്ക് നമുക്ക് മിക്കതും IDM എടുത്തു കഴിയുമ്പോഴാണ് സെല്ലുള്ളത്. ഇവിടെ IDM എടുത്തു, ഒരു ഡിസിഷൻ OBയിൽ പ്രൈസ് വന്നു, മൂവ് ചെയ്തു. TP അടിക്കണ തൊട്ട് മുമ്പ് ആ ന്യൂസിന് കയറിപ്പോയി. വീണ്ടും പ്രൈസ് താഴേക്ക് വന്നു, IDM എടുത്തു, പ്രൈസ് താഴേക്ക് ഇറങ്ങി. ഇവിടെ ഒരു OB ഉണ്ടാവുന്ന നോക്കണം, ഇറങ്ങി, വീണ്ടും പ്രൈസ് താഴേക്ക് പോയി. ഞാൻ ഏകദേശം ഗോൾഡിലാണ് ട്രേഡ് എടുത്തത്, കുറച്ച് തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗോൾഡിലാണ് ഏകദേശം 10-200 വിപ്പിന്റെ മൂവ്മെന്റ് എനിക്ക് എല്ലാ ഇതിലും കൂടി ഗോൾഡിൽ കിട്ടി. പിന്നെ നമ്മൾ മൾട്ടിപ്പിൾ അക്കൗണ്ട് ചെയ്യുന്നത് കൊണ്ട് എല്ലാത്തിനും കൂടി നിന്നായിട്ട് എനിക്ക് തോന്നുന്നത് വളരെ ട്രേഡ് ചെയ്ത ആഴ്ചയാണ്. പക്ഷെ ഞാൻ മിക്ക ട്രേഡുകളും ഞാൻ കണ്ടായിരുന്നു. എല്ലാ ട്രേഡുകളും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നോക്കി പോയിരിക്കും. ട്രേഡ് എടുക്കുന്നില്ലെങ്കിലും എൻ്റെ ഏറ്റവും വലിയ വിനോദം എന്ന് പറഞ്ഞാൽ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം കയറുന്നതൊന്നും അല്ല, ഫേസ്ബുക്ക് ഒന്നും കയറുന്നതല്ല.
ട്രേഡിംഗ് വ്യൂ എടുത്ത് നോക്കുന്നത്. അതിൽ കിട്ടുന്ന സുഖമൊന്നും വേറെ ഒന്നും എന്ത് നോക്കിക്കഴിഞ്ഞാലും കണ്ടു കഴിഞ്ഞാലും കിട്ടില്ല. ട്രേഡ് ചെയ്യുന്നില്ലെങ്കിൽ പല ആൾക്കാരും പറയേണ്ടത് ഞാൻ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ട്രേഡ് ചെയ്യും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എന്നുള്ള മൈൻഡ് സെറ്റ് ആണ്. അത് വിട്ട് കളയുക. നമ്മൾ ഇതിലേക്ക് നോക്കിക്കൊണ്ട് ഇതിന്റെ മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് പോകുക, ഇതിൽ എന്താണ് നടക്കണേന്ന് നോക്കി പോവുക. നല്ലൊരു സെറ്റപ്പ് കാണുന്നുണ്ടെങ്കിൽ എടുക്കുക. ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ പോകുന്നു, നമ്മൾ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനവും വാങ്ങിച്ചിട്ട് വരുമോ അല്ലേ? നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് അത് നഷ്ടപ്പെടരുത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ വാങ്ങുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ പോകണമെങ്കിൽ നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ എഴുതും, ആവശ്യമുള്ള സാധനങ്ങൾ എഴുതും, വേണ്ടാത്ത സാധനങ്ങൾ നമ്മൾ എഴുതില്ല. നമ്മുടെ ഈ കാശ് ഒട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത്യാവശ്യമുള്ള സാധനങ്ങളെ നമ്മൾ വാങ്ങുള്ളൂ, ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങില്ല അല്ലെ? നമ്മൾ ഒഴിവാക്കും. അതേപോലെ തന്നെയാണ് നമ്മളിവിടെ മാർക്കറ്റിംഗിനെ നിരീക്ഷിക്കുക. നമുക്ക് ഏറ്റവും നല്ലൊരു ഹൈ പ്രയോറിറ്റി ട്രേഡ് ആണെങ്കിൽ എടുക്കുക, അല്ലാത്ത ട്രേഡ് ആണെങ്കിൽ എടുക്കണ്ട. പക്ഷെ മൂവ്മെന്റ് പിടിക്കുക. നമ്മൾ ബാക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് യൂറോ USD വരാം. നമുക്ക് മന്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മന്തിന്റെ ഹൈ എടുത്തല്ലേ, ആദ്യം മന്തിന്റെ ഹൈ എടുത്തു, പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്തു, പ്രൈസ് വീണ്ടും ഒന്ന് മന്തിന്റെ ഹൈ എടുത്തു, പ്രൈസ് റിയാക്ട് ചെയ്തു. ഇപ്പൊ 3 മാസമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 മാസമായിട്ട് പ്രൈസ് നല്ലൊരു ബുള്ളിഷിൽ വന്ന 2 സൈഡിലേക്കും ട്രേഡ് ഉണ്ടെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ യൂറോ USDക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഒരു സിംഗ് ട്രേഡിൽ കയറി കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഈവൻ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ ലോയ്ക്ക് ഇന്റേണൽ ഐഡിയം ഇതാണ് അല്ലെ. ഈ ഒരു വീക്കിൽ വന്ന് പ്രൈസ് ഇത് എടുത്ത് പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്ത് ഇവിടം വരെ വന്നതാണ്. ഏകദേശം നല്ലൊരു മൂവ്മെന്റ്. നമ്മൾ വിചാരിക്കും നല്ല എഫിഷ്യൻസിയിൽ പ്രൈസ് മൂവ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും അവിടെ നിന്ന് പ്രൈസ് ഇറങ്ങുമെന്ന് അല്ലെ. 100 രൂപത്തിന് മേളിൽ പ്രൈസ് മൂവ് ചെയ്തതാണ്. പ്രൈസ് എന്ത് ചെയ്തു? അത് വന്ന് വീണ്ടും എടുത്തു വീണ്ടും അവിടെ നിന്നാണ് ഇറങ്ങുന്നത്. ഇതിങ്ങനെ പലപ്പോഴും പ്രൈസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അത് കാരണം ഞാൻ കൂടുതൽ എനിക്ക് സിംഗ് ട്രേഡ് ചെയ്യാനാണ് കറൻസികളിൽ കൂടുതൽ താല്പര്യം. അത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇതിലൊന്നും അധികം ട്രേഡ് ചെയ്യാത്ത. ഗോൾഡിലാണെങ്കിൽ ഇതിലൊക്കെ നമ്മൾ ഒരു 5 സിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡ് ഒരു ഡേ ട്രേഡ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ സ്കാൽപ്പ് ചെയ്യുമ്പോൾ കിട്ടും എന്നുള്ള കാര്യം ഞാൻ പറയാം. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും പ്രൈസ് ബിയറിഷ് ചേഞ്ച് ഓഫ് കാരറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 4 ഹവറിന്റെ ഓബിയിൽ നിന്നാണ് പ്രൈസ് ഇപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ്. പക്ഷെ ഇതെന്നെത്തുമെന്ന് അറിയില്ല എന്ന് ഞാൻ ഉള്ളതുപോലെ തന്നെ പറഞ്ഞു. പക്ഷെ നല്ലൊരു മൂവ്മെന്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. നോക്കിയേ, 10-250 പിപ്പ് മൂവ്മെന്റ് കിട്ടിയിട്ട് ഏറ്റവും നല്ല മൂവ്മെന്റ്. ധൈര്യമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ഹവറും കൂടി നോക്കാം. ഇത് 1 ഹവർ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. 1 ഹവറിന്റെ ഈ ഓബിന്ന് പ്രൈസ് മൂവ് ചെയ്ത് തിരിച്ചു വന്നു, വീണ്ടും ഇവിടെ ബിഗ് ബ്രേക്ക് നടത്തിയ ധൈര്യമായിട്ട് എടുത്തോളാൻ ഞാൻ പറഞ്ഞതാണ്. പ്രൈസ് ഏകദേശം നല്ലൊരു മൂവ്മെന്റ് വന്നു. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്നും പ്രൈസ് എടുത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാനുള്ള സാധ്യത കുറവാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ ഓരോ പെയറും അതെങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. എപ്പോഴും എന്ത് ചെയ്യുക? ഈ ഒരു ഓർഡർ ഫ്ലോ കണ്ടോ, ഈ ഒരു ബുള്ളിഷ് മൂവ്മെന്റിനെ ബിയറിഷ് മൂവ്മെന്റ് വന്ന് ബ്രേക്ക് ചെയ്തു. എപ്പോഴും നിങ്ങൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? ഈ ഓർഡർ ഫ്ലോ കറക്റ്റ് കൊണ്ടൊന്നും വെക്കരുത്. മനസ്സിലായോ? കുറച്ചും കൂടി ഒരു 5-10 വിപ്പും കൂടി, അല്ലെങ്കിൽ ഒരു 10-25 വിപ്പും കൂടി ഇങ്ങനെ വരാം. ചിലപ്പോൾ ഇതിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യുക? ഇങ്ങനെ ഇച്ചിരി കൂടി താഴേക്ക് വെക്കുന്നത് നല്ലത്. ഉണ്ടോ? ഇങ്ങനെ കുറച്ചും കൂടി താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി ബെറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ 50 മിനിറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് വെക്കരുത്. നമുക്ക് ഇതാണ് TP എങ്കിൽ ഇത് കറക്റ്റ് കൊണ്ടുവന്ന് ഇച്ചിരിയും കൂടി വെക്കാം. പലപ്പോഴും ഓർഡർ ഫ്ലോയിൽ അങ്ങനെ വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് പോകണം. അപ്പോൾ ഗോൾഡ് ആണെങ്കിൽ ഇതിൽ കറക്റ്റ് ഒന്ന് ജസ്റ്റ് ഒച്ചിരി കൂടി കയറിയിട്ടേ പോകുള്ളൂ, അല്ലെങ്കിൽ നല്ലോണം മിറ്റി. ഞാനന്ന് ഗോൾഡ് ആണെങ്കിൽ പോലും ഞാൻ ഇച്ചിരി താഴ്ത്തി വെക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ചവർക്കൊക്കെ നല്ലൊരു പ്രോഫിറ്റ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാകണം. അപ്പോൾ എനിക്ക് ഇത്രമേ പറയാനുള്ളത്. അപ്പോൾ ഈ വീക്ക് മൺഡേ നല്ല രീതിയിൽ നോക്കുക. ഗോൾഡ് GBP UD ഇതെല്ലാം 2 സൈഡിലേക്കും ബൈയിലേക്കും സെല്ലിലേക്കും നോക്കുക. പക്ഷെ കറൻസികളെല്ലാം ബിയറിഷ് ആണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ബുള്ളിഷ് തന്നെയാണ്. ബുള്ളിഷിൽ തന്നെ പോകാനുള്ള സാധ്യതയാണ് കൂടുതലും. അപ്പൊ നോക്കുമ്പോൾ പ്രയോറിറ്റി ബുള്ളിഷിലേക്ക് കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് സെല്ല് എടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക? ആ സെല്ല് എടുക്കുന്ന പൊസിഷനിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റും ബ്രേക്ക് ഇവനൊക്കെ ഇട്ടിട്ട് വേണം ഹോൾഡ് ചെയ്യാനായിട്ട്. അപ്പൊ എനിക്ക് ഇത്രയും പറയാനുള്ള. ഇനി നെക്സ്റ്റ് വീക്കും എല്ലാ വ്യക്തികൾക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.